ആര്യം വന്ന് എല്ലാവരും കൂടി ഇരിക്കുന്നിടത്ത് നിന്നിരുന്നുകൊണ്ട് പറയുകയാണ്. ഷാനവാസുണ്ട്, അനീഷുണ്ട്, അക്ബറുണ്ട്, സാവുമോനുണ്ട്, എല്ലാവരും കൂടി ഇരിക്കുന്നിടത്ത് ആര്യം വന്നിരുന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ആ കുക്കിങ്ങും കൂടെ പഠിച്ചിട്ട് വരണ്ടായിരുന്നു, എങ്കിൽ ഞാനിവിടെ പൊളിച്ചേനെ. എനിക്കിപ്പോൾ അത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് തോന്നുന്നത്. ബിഗ് ബോസ് വീട്ടിലോട്ട് വരുമ്പോൾ അതും കൂടെ പഠിക്കണം. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ പൊളിയായേനെ. ടാസ്കിലൊക്കെ എനിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷേ എനിക്ക് കുക്കിംഗ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് എല്ലാത്തിലും അതൊരു പോരായ്മ തന്നെയാണ് എന്ന് എല്ലാവരോടും കൂടി ഇരുന്നുകൊണ്ട് പറയാണ്. ഷാനവാസ് പറയുന്നു, 3 ക്യാപ്റ്റന്മാർ, എന്നിട്ട് ഇവിടെ ആഹാരമില്ല, രാത്രിയിൽ ഭക്ഷണമില്ല, ഉച്ചയ്ക്ക് ഒരു കറിയേ ഉള്ളൂ, തോരനില്ല, പയറിരിക്കുന്നു, ക്യാബേജ് ഇരിക്കുന്നു, ക്യാരറ്റ് ഇരിക്കുന്നു, ബീട്രൂട്ട് ഇരിക്കുന്നു, എന്തെല്ലാം വെജിറ്റബിൾ ഇരിക്കുന്നു, ഒരു കറി പോലും അവർക്ക് ഉണ്ടാക്കാൻ വയ്യ. 3 പേരുണ്ട് ക്യാപ്റ്റൻ, ഒരാൾക്കും ചെയ്യാൻ വയ്യെങ്കിൽ അത് പറയണം, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ഭക്ഷണം ഇല്ലാതെ നിങ്ങൾ കഞ്ഞി ഉണ്ടാക്കിയാലും ഞങ്ങൾ കുടിക്കും, പക്ഷെ അത് സാധനം ഉണ്ടായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നില്ല, സമയം ഉണ്ടായിട്ട് ഉണ്ടാക്കുന്നില്ല. ഇപ്പം ടാസ്ക് കാരണമാണത് മുടങ്ങിയെങ്കിൽ ഓക്കെ, സാധനം ഇല്ലാഞ്ഞിട്ടാണ് അത് മുടങ്ങിയെങ്കിൽ അതും ഓക്കെ. നമുക്കൊന്നും ഇല്ലാത്തപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം എല്ലാ സാധനങ്ങളും ഉണ്ട്, സമയവും ഉണ്ട്, ടാസ്കും ഇല്ല, 3 പേര് കിച്ചണിൽ കിടക്കുന്നത്, ഇത്രയും കുറവ്, ഫുഡ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത് മനഃപൂർവ്വം ചെയ്യുമല്ലേ. നിവിൻ അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിവിൻ വന്നിട്ട് പറഞ്ഞത്, ഇതേ ബിഗ് ബോസ് വീടാ, അല്ലാതെ ബിഗ് ബോസ് വീട്ടിൽ ഒരു കറിയും കൂട്ടി കഴിച്ചാൽ മതി, അങ്ങനെ 2 കറിയും കൂട്ടി കഴിക്കാനേ, ഇത് അവരവരുടെ വീടല്ല, ഇത് ബിഗ് ബോസ് വീടാണ്. രാത്രി കട്ട് കഴിക്കുമ്പോൾ മാത്രം അയാൾക്ക് ബിഗ് ബോസ് വീടാണെന്ന് അറിയത്തില്ല. ഇന്നലെ രാത്രിയിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാതിരുന്നിട്ട് 2 ക്യാപ്റ്റന്മാർ വന്നിരുന്ന് കട്ട് ഭക്ഷണം കഴിക്കുന്നു. അനുമോൾ മാത്രമേ കണ്ടുള്ളൂ, പക്ഷേ അനുമോൾ അത് ആരോടും പറയുന്നില്ല. ഷാനവാസ് ഇന്ന് രാവിലെ തൊട്ട് നിവിനെ പറയുകയാണ്, നിവിനുമായിട്ട് ഉടക്കാണ്. കാരണം ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ്. രാവിലെ തൊട്ട് അവർക്ക് ഭക്ഷണമില്ല. അവർ ഇന്നലെ രാത്രി 6 മണിക്ക്, ഇന്നലെ കണ്ട് 6 മണിക്ക് ആഹാരം കഴിച്ചതാണ്. രാവിലെ ഒരുപാട് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത്. ഇപ്പോൾ ഉച്ചയ്ക്ക് സമയം കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡായിട്ടില്ല. ആവുന്ന ഫുഡാണെങ്കിൽ ഒരു കറിയേ ഉള്ളൂ. അക്ബർ ആണെങ്കിൽ അവിടെ വെറുതെ ഇരിക്കുന്നത്. അക്ബർ ചുമ്മാതിരിക്കില്ല, അക്ബറിന് പോയി ചെയ്തുകൂടെ എന്ന് പറയുന്നത്. അപ്പം നിവിനാണ് കിച്ചൺ ക്യാപ്റ്റൻ എന്ന് അക്ബർ പറയുന്നത്. അത്രയും നേരം എല്ലാവരുടെ അടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ആര്യന്. എന്നിട്ട് ആര്യനൊന്നും മിണ്ടുന്നില്ല, അക്ബറും ഒന്നും മിണ്ടുന്നില്ല. നിവിൻ വന്ന് കിച്ചണിൽ നിന്ന് ഇറങ്ങി വന്ന് ഷാനവാസിനോട് അങ്ങ് ചൂടാകുക. ഷാനവാസ് പറഞ്ഞു, പോടാ ചെറ്റേന്നൊക്കെ ഷാനവാസ് വിളിച്ച്. നിങ്ങൾ ചെറ്റേന്ന് വിളിക്കുമോ? നിങ്ങൾ എന്താ ചെറ്റേ, പിന്നെ എന്തോ വിളിക്കണോടാ, ചെറ്റേന്നല്ലാതെ പിന്നെ എന്തോ വിളിക്കണം, അതേ നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങളങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, കേട്ടോ മിസ്റ്റർ ഷാനവാസ് എന്നയാൾ വലിയ ഇതായിട്ട്. നിവിൻ വലിയ ഡയലോഗ് പറയുന്നത്. നിവിൻ ഇത്രയും സംസ്കാരം ഉണ്ടായിട്ടാണ് അനുമോളെ ഇത്രയും പറയുന്നത്. അപ്പോൾ അയാൾ ആരെയാണ് സംസ്കാരം പഠിപ്പിക്കുന്നത്? ഷാനവാസ് എന്തായാലും കൊടുക്കാനുള്ളത് കൊടുത്ത്. ഇത്രയും കേട്ടോണ്ടിരുന്ന ആര്യൻ എന്തോ ചെയ്യുന്ന അറിയാം, അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഫ്രിഡ്ജ് തുറന്ന് ക്യാബേജ് എടുത്ത് ക്യാബേജ് തോരൻ വയ്ക്കാനാണെന്ന് തോന്നുന്നു. ആര്യൻ അത് ചെയ്യാൻ തുടങ്ങി. ആര്യന് മനസ്സിലായി നമ്മളും ക്യാപ്റ്റനാണ്, നമുക്കും പണി കിട്ടും, എല്ലാവരും തിരിഞ്ഞെന്ന്. അക്ബർ പക്ഷേ ഈ വഴക്ക് ഇത്രയും നടക്കുമ്പോഴും അവിടെ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കുക. രാവിലെ അനുമോളടുത്ത് എന്തോ ഒരു സംസാരമായിരുന്നു അക്ബർ. ഇപ്പം അക്ബറിൻ്റെ വായിൽ നാക്കില്ലാത്ത കണക്ക് താടിക്ക് കൈയും കൊടുത്തൊരു ഇരിപ്പിരിപ്പുണ്ട്. എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.